ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, നമുക്കിന്ന് നല്ലൊരു കിഡിലൻ കൊറിയൻ മൂവിയുടെ കഥ കേട്ടാലോ? അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്വിസ്റ്റ്, ആക്ഷൻ, സസ്പെൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. കഥ അതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ കഥാനായകനായിട്ടുള്ള ജിൽഡോങ് അവന്റെ ചെറുപ്പകാലത്തിനെ കുറിച്ചൊന്നും അവന് യാതൊരു ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ള ഒരു കാര്യം, ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരു വൃദ്ധൻ അയാളെ പോയിട്ട് കൊന്നുകളയണം, പ്രതികാരം തീർക്കണം. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒറ്റക്കണ്ണനായിട്ടുള്ള ആ അപ്പൂപ്പനെ തേടി അവൻ അങ്ങനെ പോവുകയാണ്. പോകുമ്പോഴല്ലേ പല രഹസ്യങ്ങളും അവൻ മനസ്സിലാക്കുന്നത്. അവൻ ചെറുപ്പകാലത്തിൽ മറന്നുപോയ പല കാര്യങ്ങളും പിന്നീട് ഈ യാത്രയിലൂടെ അവൻ മനസ്സിലാക്കുകയാണ്. അതായത് ഈ ഒറ്റക്കണ്ണുള്ള അപ്പൂപ്പനെ തേടി അവൻ വന്ന ആ ഒരു ഗ്രാമം, അതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ടായിരുന്നു. മാത്രല്ല, ഗവൺമെന്റിനെ വരെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഡാർക്ക് എവിൽ ഗ്യാങ്, അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ കയ്യിലേക്കും അവൻ എത്തിപ്പെടുന്നുണ്ട്. എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് ഒരു സസ്പെൻസിൽ തന്നെയായിരിക്കും കഥ മുന്നോട്ടേക്ക് പോവുക. അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് പോവുകയല്ലേ, കഥയുടെ മായ ലോകത്തിലേക്ക്. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2016 റിലീസായ ഫാന്റം ഡിറ്റക്റ്റീവ് എന്ന കൊറിയൻ മൂവിയുടെ കഥയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു സ്ത്രീ ആരോട് പറയാണ്, നിന്റെ പ്രതികാരം നീ മറക്കരുത്, തീർച്ചയായിട്ടും അയാളെ കണ്ടുപിടിക്കണം, നീ കൊല്ലണം. വേഗം തന്നെ ഒരാൾ ചാടി എഴുന്നേൽക്കുകയാണ്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ജിൽഡോങ് അവന്റെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ അവന്റെ സ്വപ്നത്തിലേക്ക് വന്നൊരു കാര്യമാണ് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടത്. അവന്റെ അമ്മയാണ് ആ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നത്. എന്തായാലും കാറിൽ നിന്നും പുറത്തേക്ക് വന്ന ജിൽഡോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു 3 ആൾക്കാരെ കാണാൻ വേണ്ടി പോവാണ്. ഈ 3 ആൾക്കാരെന്ന് വെച്ചാൽ പക്കാ ക്രിമിനൽസ് ആണ്. കിഡ്നാപ്പിംഗ്, അവയവക്കടത്തൽ, അങ്ങനെ പറഞ്ഞ എല്ലാ തരം വൃത്തികെട്ട പരിപാടിയും ഇവർ ചെയ്യുന്നുണ്ട്. 6 മാസങ്ങൾക്ക് മുന്നേ ഇവരാരോ ഒറ്റി, ഇവർക്കിട്ട് പണി കൊടുത്ത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാരാണെന്ന് കണ്ടുപിടിച്ചു തരണം. ആ ഒരു സഹായം ചോദിച്ചിട്ടാണ് ഇവർ ജിൽഡോങ്ങിന്റെ അടുത്തേക്ക് വന്നത്. ജിൽഡോങ് ഇവരെ 3 പേരെയും നോക്കുകയാണ്, ഏതാണ് ഈ മണ്ടന്മാര്? കാരണം 6 മാസം മുന്നേ ഇവർക്കിട്ട് പണി കൊടുത്തത് മറ്റാരുമല്ല, ജിൽഡോങ് തന്നെയാണ്. അങ്ങനെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജിൽഡോങ് അവര് ഒരു റൂമിലേക്ക് വിളിക്കണം. ദാ അവരിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ 3 ആൾക്കാരും മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു ഗെറ്റപ്പില് ജിൽഡോങ് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ മുന്നിൽ ഒരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ 3 പേരോടും പറയാണ്, അധികം നേരമൊന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല, നിങ്ങളുടെ 3 പേരുടെ കയ്യിലുള്ള ഗണ്ണും ഇപ്പൊ ഈ ടേബിളിൽ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഓരോന്നായിട്ട് മരിക്കുന്നു പറയണം. ഇതേ നിമിഷം ആ വാക്കി ടോക്കിൽ നിന്നും ഇവരുടെ വീട്ടിലെ സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇവന്മാരാകെ പേടിച്ചു പോയി. ഇവരുടെ ഗണ്ണ് അവർ ടേബിളിൽ വെച്ചതും അതിലൊരെണ്ണം എടുത്ത് 3 പേരുടെ കാലിനും ടേ 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 3 പൊട്ടിക്കലാണ്. ഇവര് കിടന്ന് അലറി കരയുന്ന സമയത്ത് ജിൽഡോങ് പറയാണ്, ഏയ് കരയൊന്നും വേണ്ട, എനിക്കൊരു ഹെൽപ്പ് ചെയ്താൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാന്ന് പറയണം. ഒരാളുടെ പേര് പറഞ്ഞു, ഒരു ഒറ്റക്കണ്ണൻ, അയാളുടെ അഡ്രസ്സ് അതെനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയണം. എന്നാൽ കൂട്ടത്തിലെ 2 ആൾക്കാർക്ക് ഇതിനറിയില്ല. എന്തോ ഭാഗ്യത്തിന് 3ാമത്തെ ആൾക്ക് ഇതറിയായിരുന്നു. ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഞങ്ങളെ വിട്ടൂടെ എന്ന് ജിൽഡോങ്ങിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല കേട്ടോ, പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ പറയണ്ടല്ലോ. എന്തായാലും ഇതിനുശേഷം ജിൽഡോങ് അവന്റെ വാഹനം എടുത്ത് അവിടുന്ന് പോവുകയാണ്. അവന്റെ ആ ഒരു വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് അവനെക്കുറിച്ച് അവൻ തന്നെ പറയാണ്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയോ? ഒരു സാധ്യതയില്ല, കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ ആരാണെന്ന്. എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരു കാര്യം, ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരാൾ, അയാളെ കണ്ടുപിടിക്കണം, അയാളെ കൊന്നുകളയണം, അത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. ചെറുപ്പം മുതലുള്ള മറ്റൊരു കാര്യം എന്റെ ഓർമ്മയിലില്ല. അനാഥനായ എന്നെ എടുത്തു വളർത്തിയത് എന്റെ ബോസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ഐറ. മകനെ പോലെ തന്നെ എന്നെ വളർത്തിയത് കൊണ്ട് ഐറ എന്റെ സഹോദരിയാണ്. ഞാൻ ജോലി ചെയ്യുന്നതും ഐറയുടെ കൂടെയാണ്. എന്നാൽ എന്റെ ഉള്ളിലെ ആ പ്രതികാരം, എന്റെ ആ ഒരു പഴയ ഓർമ്മ, അത് വീട്ടാനായിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. ആരാണ് ആ ഒറ്റക്കണ്ണൻ? എനിക്ക് അവനെ കണ്ടുപിടിക്കണം. എന്തിനായിരിക്കും എന്റെ ഓർമ്മയിൽ അവൻ മാത്രം അങ്ങനെ നിൽക്കുന്നത്? ഞാൻ എന്തിനാ അവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ഒന്നും നമ്മുടെ ജിൽഡോങ്ങിന് അറിയില്ല. പക്ഷേ ഒരു ലക്ഷ്യം മാത്രം, ഒറ്റക്കണ്ണായിട്ടുള്ള ആളെ കണ്ടുപിടിക്കണം, അയാളെ കൊല്ലണം. എന്നാൽ ഈ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഈ ഒരു ഉൾപ്രദേശം അവൻ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. ഈ നാട്ടിൽ എവിടെയോ തന്നെയാണ് ആ ഒറ്റക്കണ്ണനുള്ളത്. എന്തായാലും അഡ്രസ്സ് കിട്ടിയല്ലോ, അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ ഈ ജിൽഡോങ്ങിന്റെ കാറിന്റെ ടയർ പഞ്ചറാവുകയാണ്. ആകെ കൂടി ഒരൊറ്റപ്പെട്ട സ്ഥലം, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇവൻ അന്വേഷിച്ചു പോകുന്ന ആ ഒറ്റക്കണ്ണനായിട്ടുള്ള അപ്പൂപ്പനെ കാണിക്കുകയാണ്. നല്ല പ്രായമായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ 2 ആൾക്കാരുണ്ട്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായിട്ടുള്ള. തൽക്കാലം നമുക്ക് ആമി എന്നും ചിന്നു എന്നും വിളിക്കാം. മൂത്ത ആളുടെ പേര് ആമി, ഇളയ പെണ്ണിന്റെ പേര് ചിന്നു. ചിന്നു ഒരുമാതിരി ഒരു കിറുക്കത്തിയാണ് കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അപ്പൂപ്പന് ഈ പേരക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഈ രാത്രി തന്നെ ഈ ഒരു ഗ്രാമം വിട്ട് ഇവർ മറ്റെങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ്. അതിന്റെ ചില തയ്യാറെടുപ്പുകൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് ആരാണെന്ന് അറിയാത്ത 2 ആൾക്കാർ പുറത്തു വന്നതെന്ന് അപ്പൂപ്പനെ വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അപ്പൂപ്പൻ കുട്ടികളോട് 2 പേരോടും ഉള്ളിൽ പോയി ഒളിച്ചിരിക്കാൻ പറയാണ്. ഞാൻ വിളിച്ചാതല്ലാതെ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അപ്പൂപ്പൻ പുറത്തേക്ക് പോയി. ഈ വന്ന ആൾക്കാർ അപ്പൂപ്പനെ വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട്. അപ്പൂപ്പൻ തയ്യാറാകുന്നില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ ബഹളവും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുകയാണ്. ഇതെല്ലാം കേട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആമയും ചിന്നും വന്നു നോക്കുമ്പോൾ അപ്പൂപ്പൻ അവിടെ കാണാനില്ല. ആരും അപ്പൂപ്പനെ പിടിച്ചുകൊണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. അവര് പുറത്തേക്ക് ഇറങ്ങി അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജിൽഡോങ് കാറ് പഞ്ചറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവന്റെ അരികിലൂടെയാണ് അവൻ തേടി വന്ന ഈ ഒറ്റക്കണ്ണനായിട്ടുള്ള അപ്പൂപ്പനെ ഈ വന്ന 2 സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാർ തട്ടിക്കൊണ്ടുപോകുന്നത്. അടികൊണ്ട് ബോധം പോയ അപ്പൂപ്പൻ ഇപ്പം ബോധം വന്നു. അപ്പം തന്നെ പെട്ടെന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അസ്വാഭാവികമായിട്ട് ആ പോകുന്ന കാറിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് ജിൽഡോങ്ങിന് മനസ്സിലായി. പക്ഷെ വെറുതെ എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ ആ കാറിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നത്? നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തൽക്കാലം ജിൽഡോങ് ആ ഒരു കാറിന്റെ നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനുശേഷം
അതിനുശേഷം അവൻ തേടി വന്ന ആ അഡ്രസ്സിലേക്ക് അവന്റെ കാറും കൊണ്ട് പോവാണ്. ടയറും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം അങ്ങനെ അപ്പൂപ്പൻ ആ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് 2 പെൺകുട്ടികൾ ഇതുപോലെ സൈഡിലൂടെ ഓടി പോകുന്നത് അവൻ കാണുന്നുണ്ട്. എന്തായാലും വീട്ടിന്റെ ഉള്ളിലേക്ക് അവൻ വന്നു നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ ആകെ നശിച്ച് പൊട്ടിച്ചെതറി കുറെയൊക്കെ ചോര അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ജിൽഡോങ്ങിന് ഒരു കാര്യം മനസ്സിലായി. നേരത്തെ പോയ ആ ഒരു കാറിൽ ആ വന്ന 2 ആൾക്കാരും ഇവിടുന്ന് ആ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടു പോവായിരുന്നു. മിസ്സായി പോയി, ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് ജിൽഡോങ്ങിന് തോന്നണം. മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ ഒരു വീട് ഒന്ന് അരിച്ചു പെറുക്കാണ് ജിൽഡോങ്. അതിൽ അപ്പൂപ്പന്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷന്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വായിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഓടിപ്പോയ നമ്മുടെ 2 പിള്ളേരും തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പിള്ളേര് ജിൽഡോങ്ങിനെ കണ്ട് ഒന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ജിൽഡോങ് പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ അപ്പൂപ്പന്റെ ഒരു കൂട്ടുകാരനാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ നിങ്ങളുടെ മാർക്കിനെ കുറിച്ചൊക്കെ പറയട്ടെ. അമ്മു, നിനക്ക് ഈ വിഷയത്തിൽ ഈ മാർക്ക്, ആ വിഷയത്തിൽ ആ മാർക്ക്, ചിന്നു നിനക്ക് ഈ വിഷയത്തിൽ ഇന്ന മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരുടെ മാർക്കൊക്കെ അതുപോലെ പറയണം. കാരണം എന്താ, കുറച്ചു നേരം മുന്നേ അതെല്ലാം നമ്മുടെ ഈ ഒരു ജിൽഡോങ് നോക്കി വെച്ചായിരുന്നു. അതുപോലെ അപ്പൂപ്പന്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, ഇതിനെക്കുറിച്ചും ഇവരോട് പറയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ പിള്ളേർക്ക് വിശ്വാസമായി, നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചരാന്ന് ജിൽഡോങ് പറയാണ്. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാണ്. പാവം പിള്ളേരാണെങ്കിൽ ഈ ജിൽഡോങ് ആരാണെന്ന് പോലും അറിയാതെ അവന്റെ കൂടെ പോവാണ്. മാത്രമല്ല ജിൽഡോങ് ഈ വീട്ടിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കലണ്ടറിൽ ഡേറ്റ് 24 ഉണ്ടല്ലോ, അതിൽ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഈ 2 പിള്ളേരെയും കൂട്ടിയിട്ട് ജിൽഡോങ് ഇറങ്ങുകയാണ്. നേരത്തെ ആ ഒരു കാർ ഉണ്ടല്ലോ, അത് പോയി ആ ഒരു ദിശയിലൊക്കെ അങ്ങനെ പോയി നോക്കുമ്പോൾ ആൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലുള്ള ഒരു പഴയ ഗോഡൌൺ കാണുകയാണ്. ആ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് ജിൽഡോങ് പോകുന്ന സമയത്ത് അവിടെ കുറച്ച് കാൽപാദങ്ങൾ, ഫുട് പ്രിന്റുകൾ കാണുകയാണ്. മാത്രമല്ല ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ബോക്സും. അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരുത്തനുണ്ട് ഡെഡായി കിടക്കുന്നത്. ആരോ തട്ടിയതാണ്. മിക്കവാറും നേരത്തെ ആ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോയ 2 ആൾക്കാരിൽ ഒരാളായിരിക്കണം അത്. എന്നാൽ അപ്പൂപ്പനെവിടെ, അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് അയാളും എവിടെ? പക്ഷെ ആ ഒരു പെട്ടിയിൽ നിന്നും ഇയാൾ ആരാണ്, അതുപോലെ തന്നെ ഇയാളുടെ ID കാർഡ്, പിന്നെ ഒരു ഗ്ലൗസ്, ഇതെല്ലാം നമ്മുടെ ഈ ജിൽഡോങ്ങിന് കിട്ടുന്നുണ്ട്. ജിൽഡോങ് അവന്റെ ആ ഒരു ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. സോ അവൻ എടുത്തു വളർത്തിയ ആ ഒരു ബോസിന്റെ മകൾ ഐറയാണ് ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഐറയെ വിളിച്ചിട്ട് ജിൽഡോങ് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഐറ പറയാണ്, പൊന്നു മോനെ അവിടെ പോയിട്ട് സകലമാന വള്ളിയും പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം കേട്ടാ. എന്ത് പ്രശ്നം ഉണ്ടായാലും നോക്കാനായിട്ട് ഞാൻ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം നിനക്ക് എനിക്കറിയാം. എന്തായാലും പോയ പണി തീർത്തിട്ട് വാടാന്ന് പറയാണ്. അതുപോലെ തന്നെ ഈ ഐറ അവന്റെ ചേച്ചി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണിക്കുകയാണ്. ഭയങ്കര കിടിലും സെറ്റപ്പ് ആട്ടോ. ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ പോലെ ഈ ഐറയുടെ ടീംസിനെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു റിച്ച് സെറ്റപ്പ്, ഭയങ്കര ഒരു ഗ്യാങ് ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. ആ ഗ്യാങ്ങിൽപ്പെട്ട ആള് തന്നെയാണ് നമ്മുടെ ജിൽഡോങ്. എന്നാൽ അവന്റെ ഈ ഒരു സ്വപ്നം, ആകെ ഓർമ്മയുള്ള കാര്യം ഈ ഒറ്റക്കടനെ കൊല്ലണം. സോ ആ ഒരു റിവെഞ്ച് തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഈ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനുശേഷം ആ നാട്ടിലെ മേയർ ചാനലിലൂടെ എന്തോ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസിനെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല മേയറുടെ കയ്യിൽ ഒരു പ്രത്യേകതരം റൗണ്ട് ഷേപ്പുള്ള ഒരു ചിഹ്നം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചിഹ്നം എന്താണെന്ന് പോകെ പോകെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഈ ഒരു വാർത്ത ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് ജിൽഡോങ് കാണുകയാണ്. അതായത് ആ ഒരു ഗ്രാമത്തിൽ തന്നെയാണ് കേട്ടോ. സാധനങ്ങളെല്ലാം മേടിച്ച് ആ ഒരു കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടുത്തെ കലണ്ടറിലും 24 എന്ന് മാർക്ക് ചെയ്തത് ഇപ്പൊ ജിൽഡോങ് ശ്രദ്ധിക്കുകയാണ്. ഇതെന്താ എല്ലായിടത്തും ഇങ്ങനെ 24? പോകുന്നതിന് മുന്നേ ആയിട്ട് അവിടുത്തെ ആളോട് ജിൽഡോങ് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ട് പശുവിന്റെ ഫാം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയാൾ ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. നേരെ അങ്ങോട്ടേക്ക് ജിൽഡോങ് പോവാണ്. കാരണം എന്താ, നേരത്തെ ആ ഒരു പഴയ ഗോഡൌൺ ഉണ്ടല്ലോ, അവിടെ ഒരു ഫുട് പ്രിന്റും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയുന്നില്ലേ, അതിൽ ചളിയും അതുപോലെ തന്നെ വൈക്കോലും മിക്സ് ആയിട്ടുള്ള ഒരു തരം ഫുട് പ്രിന്റ് ആയിരുന്നു. മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ആ ഒരു ചളിയും അതുപോലെ തന്നെ വൈക്കോലൊക്കെ ഉണ്ടാവുക എവിടെയാണ്, പശുവിന്റെ ഫാമിലൊക്കെ ആണോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൊക്കേഷൻ ചോദിച്ചതും ജിൽഡോങ് നേരെ അങ്ങോട്ടേക്ക് പോയത്. വിചാരിച്ചതുപോലെ തന്നെ ആ രണ്ടാമത്തെ ആൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തട്ടിക്കൊണ്ടുവന്ന അപ്പൂപ്പൻ അവിടെ ഇല്ല. പെട്ടെന്ന് ജിൽഡോങ്ങിനെ കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ ചീഫ് പറഞ്ഞിട്ട് വന്ന ആളാണോ? അല്ല എന്നും അതേ എന്നും നമ്മുടെ ജിൽഡോങ് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് തൊട്ടും തൊടാതെയും പറയുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് 2 കുരുപ്പ് പിള്ളേരുണ്ടല്ലോ, ആമി അതുപോലെ തന്നെ ചില്ലു, 2 പേരും അങ്ങോട്ടേക്ക് വരികയാണ്. ചിന്നി ചോദിക്കുകയാണ്, മാമ അപ്പൂപ്പനെ കിട്ടിയോന്ന്. പാളിപ്പോയി. ഇപ്പൊ ആ ഒരു സ്ട്രേഞ്ചർക്ക് മനസ്സിലായി, ഓ നീ അപ്പൊ ആ ഒരു അപ്പൂപ്പനെ ഒറ്റക്കണനെ തേടി വന്നതാണല്ലേ, എന്തായാലും എന്റെ വായിന്ന് നിനക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയണം. വേഗം തന്നെ ജിൽഡോങ് 2 കൂട്ടിയിട്ട് നേരെ കാറിലേക്ക് പോകണം. എന്റെ പൊന്നു കുരുപ്പുകളെ, മര്യാദക്കൊന്ന് ഇവിടെ ഇരിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും അപ്പൂപ്പനെ കണ്ടുപിടിച്ചു തരാന്ന് പറയാം. ഇതിനുശേഷം ആ ഫാമിലേക്ക് പോവാതെ ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയാണ് ജിൽഡോങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ടാമത്തെ ആളുണ്ടല്ലോ അവിടുന്ന് പതിയെ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. പാടത്തിന്റെ ഒരു അരികിലായിട്ട് ഒരു കാർ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാ ചെന്ന് കയറുന്നത്. മിക്കവാറും അതിൽ തന്നെ ആ ഒരു ചീഫും ഒറ്റക്കണ്ണനായിട്ടുള്ള അപ്പൂപ്പനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പതിയെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് പിള്ളേർ 2 പേരും കാറിൽ ഒറ്റയ്ക്കാണ്. ഇരുട്ടായതുകൊണ്ട് തന്നെ അവർക്കാകെ പേടിയായിട്ട് മാമാ വേം ബാന്ന് വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം ആര് കേൾക്കുകയാണ്? ആ വണ്ടിയിലുണ്ടായിരുന്ന ഇവരുടെ ചീഫ് കേൾക്കുകയാണ്. ചീഫിനെ കാണിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ചീഫ് എന്താ ചെയ്തതെന്ന് അറിയോ? ഈ രണ്ടാമത്തെ ആളുണ്ടല്ലോ തട്ടിക്കൊണ്ടുവന്ന അയാൾ അവിടെ വെച്ച് കൊന്നിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. അതേ കാറിൽ തന്നെയാണ് ആ അപ്പൂപ്പനുള്ളത്. പരമാവധി ആ ഒരു കാറിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി ജിൽഡോങ് നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് ആ ഒരു കാറിനെ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ഇതിനൊക്കെ കാരണക്കാരാരാണ്? ആ 2 കുരുപ്പുകൾ, ആമീൻ ചിന്നു. ഇവൻ എന്തിന്റെ കഴപ്പാന്നാ തിരിയാത്തത്? 2 എന്തിനീ കൂടെ കൂടി നടക്കുന്നത്? ആ വീട്ടിൽ തന്നെ പിള്ളേരങ്ങ് നിർത്തിയാൽ പോരായിരുന്നു. ഇനി പോകുന്ന വഴിയിൽ പിള്ളേർ കാരണം ഇനി എന്തൊക്കെ പണി ഇവന് കിട്ടാൻ പോകുന്നതെന്ന് അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇതിനുശേഷം പിള്ളേരുമായിട്ട് അങ്ങനെ വഴിയരികിലും നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ സത്രം കാണുകയാണ്. ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹോട്ടലിന്റെ ഓണർ ഉണ്ടല്ലോ, ഇയാൾ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ജിൽഡോങ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഇയാൾ
ഇയാളുടെ കയ്യിൽ പണ്ട് പച്ച കുത്തിയിട്ട് അത് മായ്ച്ചതിൻ്റെതായ ഒരു പാടുകൾ. മിക്കവാറും ആ രീതിയിലൊക്കെ ഈ പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എന്തോ ആ ഒരു ലൈഫൊക്കെ ഉപേക്ഷിച്ച് നല്ല രീതിയിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ് ഇയാളെന്നിപ്പോൾ ജിൽഡോങ്ങിന് ആ ഒരു നോട്ടത്തിൽ മനസ്സിലായി. അതായത് ഈ ഹോട്ടൽ ഓണറുടെ കാര്യമായിട്ടോ പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഈ മനുഷ്യനുണ്ടല്ലോ പിള്ളേരെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. പിള്ളേരെ എന്തൊക്കെയാ പേര്, ഞാൻ ഒരു ചോക്ലേറ്റ് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 ചോക്ലേറ്റ് എടുത്തു കൊടുക്കണം. അല്ല എങ്ങോട്ട് നിങ്ങൾ ഈ പോകുന്നത്, എന്താ പരിപാടി എന്നൊക്കെ ഒരു കൗതുകത്തിന്റെ പേരിൽ ചുമ്മാ കുട്ടികളോട് ചോദിക്കുന്ന പോലെ ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞിക്കുരുപ്പുണ്ടല്ലോ ചിന്നു പറയണ എന്റെ അപ്പൂപ്പൻ ആയിരിക്കും തട്ടിക്കൊണ്ടുപോയി. വിശദമായിട്ട് പറയുന്നതിന് മുന്നേ ജിൽഡോങ് ഓടി വന്നിട്ട് അവരുടെ വായി പൊത്തിപ്പടിയാണ്. എന്റെ പൊന്നു മോശം സംഭവം, പിള്ളേരുടെ അപ്പൂപ്പനെ കാണാതായി. ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗവൺമെന്റ് ഏർപ്പാടാക്കിയ ഒരു സ്റ്റാഫാണ് ഞാൻ. എന്തായാലും റൂം ഓക്കെ അല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മുടെ ജിൽഡോങ് നേരെ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പല പണിയും ജിൽഡോങ് മേടിച്ചു കൂട്ടാൻ വേണ്ടി പോവാ. എന്തായാലും റൂമിൽ എത്തിയ പാട് തന്നെ ജിൽഡോങ് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ഈ നാട്ടില് ഇത് വലിയൊരു സ്ഥലമൊന്നുമല്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും സ്ഥാപനം നടത്തുന്ന, ഫാക്ടറി നടത്തുന്ന, അല്ലെങ്കിൽ ഫാം നടത്തുന്ന അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ അടങ്ങിയ ഒരു ബുക്ക് അവിടെ ഉണ്ട്. അപ്പൊ ആ ബുക്കിൽ ഓരോ നമ്പറിലേക്കും ജിൽഡോങ് ഇങ്ങനെ വിളിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, ആ അപ്പൂപ്പനെ കിഡ്നാപ്പ് ചെയ്ത 2 ആൾക്കാരിൽ ആദ്യത്തെ ആളുടെ ബോഡി കിട്ടിയ ഭാഗം അതിന്റെ അടുത്ത് തന്നെ ഒരു ID കാർഡ് ഉണ്ടായിരുന്നല്ലോ. സോ ആ ID കാർഡ് വെച്ച് ഇയാളുടെ പേരും വെച്ച് ഇയാൾ എവിടെയെങ്കിലും ജോലി ചെയ്തായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥാപനത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ 2 പിള്ളേരുണ്ടല്ലോ, ആമി ചിന്നു. ജിൽഡോങ് എന്താണോ ചെയ്യുന്നത് അത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സോ അവർ അവരുടേതായ രീതിയിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അതായത് ജിൽഡോങ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊരു ഡയറിയിൽ അവർ അതുപോലെ തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആ ഹോട്ടലിന്റെ ഓണർ വരുന്നത്. ഇയാളും എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പിള്ളേർ അതിൽ എഴുതുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജിൽഡോങ് ആണെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഓണർ വന്നിട്ട് എന്താണ് പറയാൻ ശ്രമിച്ചത് എന്ന് ജിൽഡോങ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ വിളിച്ച് അവസാനം ഒരു മെക്കാനിക്കൽ ഷോപ്പ് എന്ന് റെസ്പോൺസ് വരികയാണ്. നിങ്ങൾ പറയുന്ന ആള് ജോലി ചെയ്തത് ഇവിടെ തന്നെയാണ്. അങ്ങനെ നേരെ നമ്മുടെ ജിൽഡോങ് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ 2 പിള്ളേരും പിന്നാലെ കൂടിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ ഒരു വർക്ക്ഷോപ്പിന്റെ മുന്നിലെത്തി. എന്തായാലും ജിൽഡോങ് കൺഫേം ആക്കാണ് ആദ്യത്തെ ആള് ജോലി ചെയ്തത് ഇവിടെ തന്നെയാണ്. അതെങ്ങനെയാ 100% കൺഫേം ആക്കിയെന്ന് വെച്ചാൽ അയാളുടെ ബോഡി കിട്ടിയപ്പോൾ അവിടെ തന്നെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു. ആ ഗ്ലൗസിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഇയാൾ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ പിള്ളേരും ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ജിൽഡോങ് പറയാണ്, എന്റെ പൊന്നു കൊച്ചുങ്ങളെ ഉള്ളിലേക്ക് വരല്ലേ, മാമൻ പോയിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം, മക്കള് അലമ്പുണ്ടാക്കാതെ ഒന്ന് കാറിലിരിക്കുവോ. ശരി മാമാന്ന് പറഞ്ഞിട്ട് 2 പോയിട്ട് കാറിൽ ഇരിക്കുന്നുണ്ട്. ആവോ. എന്തായാലും പിന്നീട് ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഉള്ളിലേക്ക് വന്ന സമയത്ത് അന്ന് ആ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോയ കാറുണ്ടല്ലോ, അതിന്റെ ബേക്കത്തെ ചില്ലെല്ലാം പൊട്ടിയിരുന്നു. ആ കാർ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽ അപ്പൂപ്പനൊന്നുമില്ല. എന്തായാലും പിന്നീട് ആ ഒരു മെക്കാനിക്കിന്റെ റൂമിലേക്ക് ജിൽഡോങ് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. കലണ്ടറിൽ 24 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ സ്ഥലത്തായിട്ട് 24 എന്ന് പറഞ്ഞ ഡേറ്റ് മാർക്ക് ചെയ്ത് കാണുകയാണ്. എന്തായാലും ഇതിനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മെക്കാനിക്കിനോട് ചോദിക്കാന്ന് കരുതിയിട്ട് ഇതെന്താ 24 എല്ലാവരും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെക്കാനിക്ക് അപ്പൊ തന്നെ കാര്യങ്ങൾ പറയാണ്, ഈ വരുന്ന 24-ാം തീയതി മേയറും അദ്ദേഹത്തിന്റെ ആൾക്കാരും കൂടെ ഈ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. സോ ആ സമയത്ത് എല്ലാവരും ഇവിടെ അസംബിൾ ആകണം, അതായത് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവരായിട്ട് തന്നെ വന്ന് മാർക്ക് ചെയ്തിട്ട് പോയതാണ്. എല്ലാവരും നിർബന്ധമായിട്ട് 24-ാം തീയതി അവിടെ എത്തിയിരിക്കണം. സോ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് വലിയ സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ ജിൽഡോങ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കുരുപ്പുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആമിയും ചിന്നു വന്ന പാടിനെ ചോദിക്കുന്നു, മാമ എന്തായി അപ്പൂപ്പനെ കിട്ടിയോ? ഏതപ്പൂപ്പൻ മെക്കാനിക്ക് ചോദിച്ചപ്പോ ഞങ്ങളുടെ അപ്പൂപ്പനെ കാണാതായി, ആര് തട്ടിക്കൊണ്ടുപോയതാ, ഞങ്ങൾ അതന്വേഷിച്ച് ഇറങ്ങിയതല്ലേ. ഇതേ സമയത്ത് ജിൽഡോങ് വന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു കുട്ടിക്കൊരുപ്പ് ഒന്ന് വായി പൂട്ടിയേക്കോ ദയവ് ചെയ്തിട്ട് പ്ലീസ്, നിങ്ങൾ തൽക്കാലം ആ ഒരു വണ്ടിയിൽ പോയിരിക്കേ, അങ്കിൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ മെക്കാനിക്കിനോട് ജിൽഡോങ് കാര്യങ്ങൾ പറയണം. ആ പുറത്ത് കിടക്കുന്ന കാറില്ലേ അതിലാണ് ഈ കുട്ടികളുടെ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോയത്. ആ കൊണ്ടുവന്ന ആളുടെ അഡ്രസ്സോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? ഇപ്പൊ ഈ മെക്കാനിക്ക് പറയാണ്, ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല, കുറച്ച് നേരം ആയിട്ടുള്ളൂ, ഞാൻ വേണമെങ്കിൽ അഡ്രസ്സ് തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു കിട്ടിയ അഡ്രസ്സിലേക്ക് ജിൽഡോങ് 2 പിള്ളേരുമായിട്ട് പോവാണ്. എന്നാൽ ആ ഒരു ബിൽഡിംഗ് സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജിൽഡോങ് പിള്ളേരൊന്ന് പേടിപ്പിക്കുകയാണ്. എന്റെ സ്വഭാവം ശരിക്കും നിങ്ങൾക്കറിയില്ല, മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. എന്ന ഇളയ പെണ്ണ് ചിഹ്നമുണ്ടല്ലോ ഊക്കി അങ്ങോട്ട് വീണാണ്. എന്റെ പൊന്നു മാമ, നിങ്ങളെ കണ്ടറിയാം ആള് നല്ല ഉടായിപ്പാണ്, എന്നെങ്ങാനും എന്തെങ്കിലും ചെയ്താണ്ടല്ലോ കല്ലെടുത്ത് കണ്ണിനടിക്കുന്നു പറയാണ്. ഈ കുട്ടിക്കുരിപ്പിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനിയിപ്പോ ഇത് പിന്നാലെ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ജിൽഡോങ് നേരെ ആ ഒരു ബിൽഡിംഗിലേക്ക് ആ അഡ്രസ്സിലേക്ക് പോവാണ്. അവിടെ എത്തി ആ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് എത്തി വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആളും പുറത്ത് ആരോ വന്നു എന്ന് മനസ്സിലാക്കി. ആ ആള് തന്നെയാണ് സിനിമയുടെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. ഇയാള് കുറച്ചൊന്ന് ജാഗ്രതയോട് കൂടിയിട്ട് ആ ഒരു ഡോറ് വന്ന് തുറക്കാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജിൽഡോങ്ങും ഒരു വാതിൽ തുറക്കുകയാണ്. എന്നാൽ രണ്ടും ഒന്നായിരുന്നില്ല, വേറെ വേറെ വാതിലുകളായിരുന്നു. പിന്നെ ഈ വന്ന ആളുണ്ടല്ലോ, അതായത് ഈ ഒരു വില്ലൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ആരെ വന്നെന്ന് നോക്കാനായിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇയാളുടെ റൂമിൽ പല സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ ഡാറ്റ ആരോ ഒരാൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ഇയാളെ ഗൺ പോയിന്റിൽ ഒരാൾ നിർത്തുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ജിൽഡോങ് തന്നെ. പക്ഷേ ജിൽഡോങ്ങിന് ഇവന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആള് അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോയ ആളാണിത്. ഇയാൾ ആരാണെന്ന് അറിയില്ല. എന്നാൽ അയാൾക്ക് നന്നായിട്ട് ജിൽഡോങ്ങിനെ അറിയായിരുന്നു. അപ്പൊ ജിൽഡോങ്ങിനെ നോക്കിയിട്ട് പറയണ, എന്താണ് ജിൽഡോങ്, ഇത്രയും കാലം ഉണ്ടായിട്ടും ആ ഒരു കിളവനെ ഒറ്റക്കണ്ണനെ തേടി നീ ഇപ്പോഴാണോ വരുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടടാ. ജിൽഡോങ് ആകെ അമ്പരന്ന് പോയി. അവന്റെ പേരെങ്ങനെയാണ്, അവൻ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാണ്, ഇതെല്ലാം ഈ ചെങ്ങായി എങ്ങനെയാ മനസ്സിലാക്കിയത്? മാത്രമല്ല ഈ വില്ലന്റെ പേര് ക്യാങ് സോ എന്നാണ്. എന്തായാലും ഇവിടെ വെച്ച് ക്യാങ് സോ ജിൽഡോങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് അടിച്ച് തെറിപ്പിക്കുകയാണ്. ജിൽഡോങ്ങിനേക്കാൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു ക്യാങ് സോ. അധിക നേരമൊന്നും അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
പറ്റുന്നില്ല. സോ ജീവനും കൊണ്ട് അവൻ ആ കിട്ടിയ ഡാറ്റയുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. താഴെ പിള്ളേരുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് 2 കുരുപ്പുകളും പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. ചിലപ്പോൾ നേരത്തെ പേടിപ്പിച്ചത് കൊണ്ടായിരിക്കണം. എന്തായാലും പിള്ളേരുമായിട്ട് നേരെ ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ കാങ്സോനെ കാണിക്കുകയാണ്. അവനാണല്ലോ അപ്പൂപ്പനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ഇത്രയും കാലമില്ലാതെ നിങ്ങളെ ഇപ്പൊ ജിൽഡോങ് തേടി വരണമെങ്കിൽ നിങ്ങൾ എനിക്കെതിരെയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാക്കിയെന്നോ തന്തേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തല ഞാൻ തള്ളിപ്പൊളിക്കുന്നു പറയണം. എന്നാൽ അപ്പൂപ്പൻ പറയുന്നത് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എനിക്കൊരു പദ്ധതിയും ഇല്ല, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്നാ. ബട്ട് അപ്പൂപ്പനെ വിടാൻ യാതൊരു ഉദ്ദേശവും ഈ കാങ്സോയ്ക്കില്ല. പക്ഷെ അപ്പൂപ്പന്റെ പിന്നിൽ മറ്റെന്തോ ഒരു രഹസ്യമുണ്ട്. എന്തായാലും ഇപ്പൊ ഹോട്ടലിലിരിക്കുന്ന ജിൽഡോങ്ങിനെ കാണിക്കുകയാണ്. കാങ്സോയുടെ ആ റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ ഡാറ്റാസ് അവൻ എടുത്തെന്ന് പറഞ്ഞില്ലേ, കുറച്ച് പേപ്പർ എന്തോ കിട്ടിയുള്ളൂ. അത് നോക്കുന്ന സമയത്ത് കുറേയൊക്കെ എന്തോ പർച്ചേസിംഗ് ബില്ലും അതുപോലെ തന്നെ എന്തൊക്കെയോ ഡേറ്റും രഹസ്യമായിട്ടുള്ള എന്തൊക്കെയോ കോഡ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുകയാണ്. കുറേ നേരം അതിൽ നോക്കി അതിലെഴുതിയ ആ ഒരു കോഡ് ഭാഷ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷനാണ്. മാത്രമല്ല ഏതോ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ ടെലിഫോണും അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസും മുഴുവനായിട്ട് ഓഫ് ആകും. അങ്ങനെ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു എന്താ പറയാ വിവരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ജിൽഡോങ് താമസിച്ച അതേ ഹോട്ടലിലേക്ക് തന്നെ ഇപ്പൊ വില്ലൻ അവനെ തേടി വരികയാണ്. മാനേജറോട് ജിൽഡോങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാനേജറോട് ഓൾറെഡി ജിൽഡോങ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹോട്ടലിന്റെ ഓണർ പറയാണ്, മൂപ്പര് രാവിലെ ഇവിടെ നിന്ന് പോയതാ, നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, വൈകുന്നേരം ആകുമ്പോൾ വരും കേട്ടോ. എന്താണോ ജിൽഡോങ് പറഞ്ഞത് അത് അതുപോലെ തന്നെ ഹോട്ടൽ ഓണർ പറഞ്ഞു കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ പോയിട്ട് നേരെ ജിൽഡോങ് ഐറയെ വിളിക്കുകയാണ്. ഇത്രയും നേരം ഇവിടെ നടന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഐറയോട് ജിൽഡോങ് പറയുന്നുണ്ട്. അതുപോലെ ജിൽഡോങ്ങിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഐറ പറയുന്നത് ഡാ ഉള്ള വള്ളിക്കെട്ട് മുഴുവൻ ഒപ്പിച്ചു വെക്കുകയും ചെയ്യും, അതിന്റെ പുറമെ കാശും വേണം. കാശൊക്കെ തരാം, പക്ഷെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങോട്ടേക്ക് എത്തിപ്പെടല് അത് ഒരുമാതിരി റിസ്ക് പിടിച്ച പരിപാടിയാ, നോക്കാന്ന് പറയാണ്. മാത്രമല്ല ഇപ്പൊ അവന്റെ ചേച്ചി ഐറ ഇരിക്കുന്നത് തന്നെ എവിടെയാ, കാശിങ്ങനെ അടുക്കി വെച്ചിട്ടില്ല, അതിന്റെ മുകളിലാ. എന്തായാലും ഫോൺ കട്ടായിട്ട് അവൻ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ സമയത്ത് വലിയൊരു ഈ കറണ്ട് എല്ലാം പാസ് ചെയ്യുന്ന ആ ഒരു വലിയ ടവറുകൾ ഉണ്ടല്ലോ, അതിലൊരെണ്ണം അവൻ കണ്ട് പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി നിന്ന് പോവാണ്. എന്തുകൊണ്ടാന്ന് അറിയില്ല, അവന്റെ മൈൻഡിൽ ഇതുപോലൊരു ടവർ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ വന്നു പോകും. പക്ഷെ എന്തുകൊണ്ടാണ് അവന് യാതൊരു ഐഡിയ ഇല്ല. സോ ആ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ അവൻ ഇടക്കിടക്ക് കഴിക്കുന്ന ആ ഒരു ടാബ്ലറ്റ് അവന്റെ കയ്യിൽ നിന്നും താഴെ വീണ് പോവാണ്. പെട്ടെന്ന് തന്നെ 2 പിള്ളേർ ഓടി വന്നിട്ട് അത് പെറുക്കിയിട്ട് അവന് കൊടുക്കുകയാണ്. അതായത് ജിൽഡോങ് പെറുക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു മരുന്ന് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പിള്ളേര് 2 പേരും പറയണം, മാമ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ, എന്ത് ജോലി വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി, ഞങ്ങളുടെ അപ്പൂപ്പനെ തിരിച്ചു തന്നാൽ മതി. പക്ഷെ ആക്ച്വലി പിള്ളേരെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണ്, ഈ അപ്പൂപ്പനെ കണ്ടുപിടിച്ച് പിള്ളേരുടെ മുന്നിൽ വെച്ച് ആ അപ്പൂപ്പനെ ആ ഒറ്റക്കണ്ണുള്ള മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെയാ എന്ന് പിള്ളേർ ഈ ഒരു കാര്യം അറിയുന്നില്ലല്ലോ. എന്തായാലും ഇതിനു ശേഷം 2 പിള്ളേരെയും കൂട്ടിയിട്ട് ജിൽഡോങ് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് ചെല്ലുകയാണ്. അവനിപ്പോ ഈ ഒരു നാടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഓഫീസിലേക്ക് ചെന്നിട്ട് ഇവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ്. അവർ ആ ഒരു ലിസ്റ്റ് കൊടുത്തു. അങ്ങനെ അവന് സംശയം തോന്നിയ ഒരു വലിയ വീടിന്റെ അരികിലേക്ക് പിള്ളേരെയും കൂട്ടിയിട്ട് അവൻ ചെല്ലുന്നത് കേട്ടോ. ഒരു മലയുടെ ചെരുവിലായിട്ട് വലിയൊരു നിർമ്മിതിയാണ്. പക്ഷേ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെങ്ങനെ തുറക്കണമെന്നൊന്നും അവന് തിരിയുന്നില്ല. കുറെ നേരം ശ്രമിച്ചു നോക്കി, അവിടെ തുറക്കുന്നില്ല. ഭയങ്കര ശക്തമായിട്ടുള്ള വാതിലും കാര്യങ്ങളൊക്കെയാ. എവിടെയെങ്കിലൊക്കെ പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്ന വെച്ചാൽ അങ്ങനെ ഒരു വഴിയുമില്ല. ആകെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഗ്ലാസ്സിന്റെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അവിടെ, അതിലൂടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഉള്ളിൽ കിടക്കുന്ന ആ ഒറ്റക്കണ്ണുള്ള അപ്പൂപ്പനെ കാണിക്കുകയാണ്. എന്നാൽ അത് ഇവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയല്ല. ഇവർ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഈ ഒറ്റക്കണ്ണുള്ള അപ്പൂപ്പനെ വേറെ എവിടെയോ പൂട്ടിയിരിക്കുകയാണ്. അത് മറ്റാരോ ആണ് നോക്കുന്നത് കേട്ടോ. എന്തായാലും ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ജിൽഡോങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. പിള്ളേരെയും കൂട്ടിയിട്ട് തിരിച്ചു പോവാൻ. എന്നാൽ അവൻ പോകുന്ന സമയത്ത് അവന്റെ ചേച്ചി ഐറയുണ്ടല്ലോ, അവരുടെ ആ ഒരു വോയിസ് ഓവർ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ജിൽഡോങ്, അവന്റെ ക്യാരക്ടർ എന്താണെന്ന് അവന്റെ ചേച്ചിയുടെ ആ ഒരു വോയിസ് ഓവറിലൂടെ നമുക്ക് കേൾപ്പിച്ചിരുന്നുണ്ട്. ചെറുപ്പത്തിലെ ഞാൻ അവനെ കണ്ടതാണ്. അവൻ ഒരേ ഒരു കാര്യം ഓർമ്മയുള്ളൂ, അവന്റെ അമ്മയെ ആരും ഒരാൾ കൊന്നിട്ടുണ്ട്, ഒറ്റക്കണ്ണുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക, കൊല്ലുക എന്നല്ലാതെ അവന്റെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യമില്ല. മാത്രമല്ല ഇത്രയും കാലം ഞാൻ അവന്റെ ആ ഒരു ക്യാരക്ടർ കണ്ടേൽ വെച്ചിട്ട് ഒരു കാര്യം അവൻ തീരുമാനിച്ചാൽ അവൻ അത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം അവനുണ്ട്. അതായത് ജിൽഡോങ്ങിന്റെ ആ ഒരു ക്യാരക്ടർ നമുക്കിപ്പോ മനസ്സിലായില്ലേ. ആള് പുറമേന്ന് കാണുമ്പോൾ കുറച്ച് തമാശക്കാരനൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും അവന്റെ പ്രൊഫഷനിലേക്ക് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗ്രഗണ്യന. ആ അപ്പൂപ്പനെ അവൻ കണ്ടുപിടിക്കുകയും ചെയ്യും, പിള്ളേരുടെ മുന്നിൽ വെച്ച് കൊല്ലുകയും ചെയ്യും. എന്തായാലും അവനൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നല്ലോ. ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോൾ വില്ലന്റെ ആൾക്കാർ അവിടെ തന്നെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ ആ കാര്യം ജിൽഡോങ്ങിന് നന്നായിട്ട് അറിയാം. സോ അവരെ തന്ത്രപൂർവ്വം കാറിൽ വെച്ച് ലോക്ക് ചെയ്യാണ്. എവിടാ നിങ്ങളുടെ ലീഡർ, അവൻ വന്നില്ലെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആളെ ഇവിടെ നിർത്തിയിട്ട് ആ ഒരു ക്യാങ്സോ മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്തായാലും ക്യാങ്സോയുടെ ഈ 2 ആൾക്കാർ ഇവിടെ വെച്ച് ജിൽഡോങ് തട്ടിക്കളയാണ്. മാത്രമല്ല ക്യാങ്സോ എങ്ങോട്ടേക്കാ പോയത് എന്നും നമ്മുടെ ജിൽഡോങ്ങിന് നന്നായിട്ട് അറിയാം. അവിടെ നിന്ന് എടുത്ത ആ ഒരു ഡീറ്റെയിൽസിൽ അവനത് കണ്ടിട്ടുണ്ട്. അതായത് എന്തോ ഒരു ആയുധം പർച്ചേസ് ചെയ്യാനായിട്ട് പോയത് അത് ഇന്നാണ്. അവൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ക്യാങ്സോയും അവന്റെ ആൾക്കാരും കൂടെ വലിയൊരു ആയുധശേഖരം വാങ്ങാൻ വേണ്ടി പോയതാണ്. അത് ഈ നാട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ അത് അവര് ഫയർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇനി ഹോട്ടലിൽ പിള്ളേരെയും കൊണ്ട് നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലായ ജിൽഡോങ് ഈ ഒരു ഹോട്ടൽ ഓണർ ഉണ്ടല്ലോ, ഇയാളുടെ പരിചയത്തിലുള്ള മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാണ്. അത് കുറെ പുസ്തകങ്ങളെല്ലാം വെക്കുന്ന ഒരു ലൈബ്രറിയാ തോന്നുന്നു. എന്തായാലും അവിടെ വന്ന സമയത്ത് ടി വിയിൽ ഒരു വാർത്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷനൊക്കെ അധികം വൈകാതെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ നാട്ടിലെ ഗവർണർ
ഗവർണർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ടിവിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജിൽഡോങ് കാണുകയാണ്. മാത്രമല്ല ഇയാളുടെ കയ്യിലും ഈ ഗവർണറുടെ കയ്യിലും നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മേയർ ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ടാറ്റു ഉണ്ട്. എന്താണ് ഈ ടാറ്റുവിന്റെ രഹസ്യം? അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേ നേരം തന്നെ ചെറിയ ഒരു കുട്ടിക്കുരിപ്പുണ്ടല്ലോ, ചിന്നു, ആരും കാണാതെ ഒരു കത്ത് എഴുതിയിട്ട് ജിൽഡോങ്ങിന്റെ കോട്ടിൽ കൊണ്ടുപോയിട്ടിടുകയാണ്. ജിൽഡോങ് അത് അറിയുന്നൊന്നുമില്ല കേട്ടോ. ഇതേ സമയത്തിന് മൂത്ത പെണ്ണായിട്ടുള്ള ആമി ജിൽഡോങ്ങിനോട് അവളുടെ അപ്പൂപ്പനെ കുറിച്ച് പറയാണ്, അപ്പൂപ്പന്റെ സ്നേഹത്തെക്കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ സമയത്താണ് ജിൽഡോങ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ ക്യാങ്സോ എന്ന് പറഞ്ഞ ആൾ എന്തിനായിരിക്കും ഈ വൃദ്ധനെ തേടി വന്നത്? അതിനർത്ഥം ഇയാളുടെ കയ്യിൽ രഹസ്യമായിട്ടുള്ള എന്തോ ഒരു വിവരമുണ്ട്. ഉറപ്പായിട്ടും ആർക്കെങ്കിലും അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കില്ല ഈ അപ്പൂപ്പൻ വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെ നമ്മുടെ ജിൽഡോങ് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ രണ്ട് പിള്ളേരും ഉണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു പഴയ ബാഗ് രണ്ടെണ്ണത്തിന്റെ കയ്യിൽ കാണുന്നുണ്ട്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ മാത്രം വെക്കുന്ന ഒരു ബാഗാണ് അത് എന്നാ പറഞ്ഞത്. വേഗം തന്നെ ജിൽഡോങ് അത് തുറന്നു നോക്കുകയാണ്. അതിൽ ആ ഒരു പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ വെച്ച് ഒരു പഴയ പേപ്പർ കിട്ടുകയാണ്. ഈ പേപ്പറിലുണ്ട് എല്ലാ രഹസ്യങ്ങളും. അതിലോരോന്നും ഇപ്പൊ ജിൽഡോങ് വായിക്കാൻ തുടങ്ങുകയാണ്. ഒരു പഴയ ഗ്യാങ്ങിനെ കുറിച്ചായിരുന്നു ആ ഒരു കത്തിൽ പറയുന്നുണ്ടായിരുന്നത്. ആ ഗ്യാങ്ങിന്റെ പേര് തൽക്കാലം ഞാൻ ഡാർക്ക് എവിൽ ഗ്യാങ് ഇടുകയാണ്. സോ ഒരുപാട് വർഷം മുന്നേ തന്നെ രൂപപ്പെട്ട ഒരു ഗ്യാങ് ആയിരുന്നു അത്. ആ ഗ്രൂപ്പിൽ പലതരം അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇല്ലേ, മേയർ, ഗവർണർ, അതുപോലെ തന്നെ ആ ഒരു വില്ലൻ ക്യാങ്സോ, ഇവരെല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതായിരുന്നു, ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽ. എന്നാൽ തുടക്കകാലത്തിലൊക്കെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഈ ഒരു ഗ്യാങ് പിന്നീട് മറ്റൊരു ലെവലിലേക്ക് മാറാൻ തുടങ്ങി. ഇവർക്ക് അധികാരമോഹങ്ങൾ വരാൻ തുടങ്ങി. അധികാരം തന്നെ ഇവർക്ക് പിടിച്ചെടുക്കാൻ തോന്നി. സോ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഓരോ കളികൾ കളിക്കാൻ ആരംഭിച്ചു. പിന്നീട് എല്ലാ വിവരവും ആ ഒരു പഴയ കത്തിലൂടെ നമ്മുടെ ജിൽഡോങ് വായിച്ച് മനസ്സിലാക്കുകയാണ്. വേഗം തന്നെ അവന്റെ ചേച്ചിയായിട്ടുള്ള ഐറയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. ഐറ എല്ലാ കാര്യങ്ങളും കേൾക്കാണ്. പക്ഷേ പ്രത്യേകിച്ചൊന്നും അവൾക്ക് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇവർക്കെല്ലാം മുട്ടാൻ പറ്റിയൊരു ടീമല്ല ഡാർക്ക് എവിൽ ഗ്യാങ്. അധികാരമുണ്ട്, പവർ ഉണ്ട്, മണിയുണ്ട്. എന്തായാലും ഫോൺ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ജിൽഡോങ് അവനോട് തന്നെ പറയാണ്, 24-ാം തീയതി ഈ ഗ്രാമത്തിലെ എല്ലാവരോടും ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവര്. അന്ന് ഗവർണർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു മേയർ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്യാങ്ങിന്റെ പദ്ധതി എന്താന്ന് വെച്ചാൽ ആ മനുഷ്യരെ മുഴുവനായിട്ടും അവിടെ വെച്ച് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, വെടിവെച്ച് കൊല്ലലാണ്. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്? മാത്രമല്ല അവൻ തേടിക്കൊണ്ടത് ഒറ്റക്കണ്ണനായിട്ടുള്ള അപ്പൂപ്പനുണ്ടല്ലോ, ആ അപ്പൂപ്പന്റെ കയ്യിലും ഇതുപോലൊരു ടാറ്റു ഉണ്ടായിരുന്നു. അതായത് അയാളും ഈ ഒരു ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. മാത്രമല്ല നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിൽഡോങ്, അവന്റെ കയ്യിലും ഇതേ പച്ച തന്നെ കുത്തിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അവനും ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. പക്ഷെ എങ്ങനെ അവൻ അതിൽ വന്നു പെട്ടത്? എന്നാൽ ഒരു കാര്യം നമ്മുടെ ജിൽഡോങ്ങിന് മനസ്സിലായി. അതായത് ഈ ഒരു ഗ്യാങ് ഇപ്പോഴത്തെ അധികാരം ഇവരുടെ കയ്യിലല്ല, അത് ഇവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കാര്യം പ്ലാൻ ചെയ്യാണ്. അതായത് ഈ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും കൊന്ന് ഇപ്പൊ ഭരണത്തിലിരിക്കുന്നവരുടെ കഴിവുകേടാണത്. സോ അങ്ങനെയൊക്കെ വരുത്തി തീർത്തിട്ട് ഈ ഡാർക്ക് എവിൽ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് അധികാരത്തിലേക്ക് വരണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാമത്തെ ഇവർ നശിപ്പിക്കാൻ നിൽക്കുന്നത്. പക്ഷെ ഇത് തടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ആദ്യം ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അതായത് ജിൽഡോങ് അവന്റെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് അവൻ അറിയണം. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ആ അപ്പൂപ്പനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. ഇതിനിടയിൽ പെട്ടെന്ന് ജിൽഡോങ്ങിന് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ജിൽഡോങ് എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ആമി, ചിന്നു രണ്ടുപേരുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. അതിൽ അവരങ്ങനെ എഴുതി വെക്കും. പെട്ടെന്ന് തന്നെ അത് എടുത്തു നോക്കുന്ന സമയത്ത് അവൻ അതിലൊരു കാര്യം കാണുകയാണ്. ജിൽഡോങ് ഫോൺ വിളിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹോട്ടലിന്റെ ഓണർ വന്നിട്ട് എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെന്താണെന്ന് ജിൽഡോങ് ശ്രദ്ധിച്ചില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടി വേഗം തന്നെ ഹോട്ടൽ ഓണർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ലൈബ്രറിയിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അവിടുത്തെ ലേഡി പറയണം, ആ ജിൽഡോങ്ങെ, നിങ്ങളെ വിളിച്ചുകൊണ്ട് ആ മെക്കാനിക്ക് കുറച്ച് മുന്നേ ഫോൺ ചെയ്തായിരുന്നു. അയാൾക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ നിങ്ങൾ ആ ഹോട്ടൽ ഓണർക്ക് ഒന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കണം. അങ്ങനെ ഫോൺ എടുത്തു. ഇപ്പൊ ജിൽഡോങ് ചോദിക്കണം, അല്ല നിങ്ങൾ അന്ന് എന്നോട് എന്തോന്ന് പറയാൻ വന്നില്ലേ, അതെന്തായിരുന്നു? ഇപ്പൊ ഹോട്ടൽ ഓണർ പറയണം, അന്ന് നിങ്ങൾ ഭയങ്കര തിരക്കായിരുന്നില്ലേ, ഞാൻ ഈ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിങ്ങിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നീ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന കണ്ടായിരുന്നു. അത് നിങ്ങൾ ഈ പറയുന്ന അപ്പൂപ്പനാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വേഗം തന്നെ ആ സ്ഥലം ഏതാണെന്ന് ഇപ്പൊ ജിൽഡോങ് ചോദിക്കുമ്പോൾ കോളൊക്കെ കട്ടായി പോവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കോൾ ഇങ്ങനെ കട്ടായി പോയത്, പിന്നീട് വിളിച്ചിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല, എല്ലാ കാര്യം ജിൽഡോങ്ങിന് മനസ്സിലായി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വില്ലൻ ഉണ്ടല്ലോ ക്യാങ്സോ, അവന്റെ ആ ഒരു റൂമിൽ പോയപ്പോൾ ചില ഡാറ്റാസ് എടുത്ത സമയത്ത് ഇന്ന ഡേറ്റിൽ ഈ സമയത്തിന് ശേഷം ഇവിടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് അവരുടെ ആ ഒരു പദ്ധതിയിൽ ഉണ്ടായിരുന്നു. സോ ആ പദ്ധതിയുടെ ഭാഗമാണിത്. ഇനി ആരും വിളിച്ചാൽ കിട്ടില്ല. എന്തായാലും ഇതിനുശേഷം ജിൽഡോങ് നേരെ ആ ഒരു മെക്കാനിക്കിനെ കാണാൻ വേണ്ടി പോകുന്ന നിൽക്കുകയാണ്. അയാൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? നേരെ അങ്ങോട്ടേക്ക് ചെന്നു. ഇപ്പൊ ആ ഒരു മെക്കാനിക്ക് പറയാണ്, നീ അന്ന് ഒരു പ്രായമായിട്ടുള്ള ആളെ തേടി വന്നില്ലേ, അയാൾ ഭയങ്കര അവശനായിട്ടുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ണൊന്നും കാണാൻ കഴിയാത്ത അങ്ങനെ ഒരാളാണോ? അത് ഇന്ന് ജിൽഡോങ് പറയാണ്, ആ കുറച്ചു നേരം മുന്നേ അവശനായിട്ട് ഇതിലൂടെ ഒരാൾ പോകുന്നുണ്ടായിരുന്നു, ഞാൻ അയാളെ കയറ്റി മറ്റേ ആ ഒരു ഷെഡിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പിള്ളേരുടെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് അയാളുടെ അടുത്തേക്ക് ചെല്ലുക? അയാളെ കണ്ടുപിടിക്കുക, കൊല്ലുക, ആ ഒരു ലക്ഷ്യമാണല്ലോ ജിൽഡോങ്ങിനുള്ളത്. ഇപ്പൊ മെക്കാനിക്കിനോട് പറയണം, നിങ്ങൾ പറ്റുമെങ്കിൽ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഒന്ന് ലൈബ്രറിയിലേക്ക് പോവോ, ഇവരൊന്ന് സേഫ് ആക്കുമോ, ഞാനത് ചെയ്തോളാന്ന് മെക്കാനിക്ക് പറയണം. ഇതിനുശേഷം ഗണ്ണുമായിട്ട് ജിൽഡോങ് നേരെ ആ ഷെഡിലേക്ക് പോവാണ്. അതിനുള്ളിൽ ആ ഒറ്റക്കണ്ണുള്ള അപ്പൂപ്പനുണ്ട്. ഒരുപാട് നാളായിട്ട് അവൻ തേടി നടക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് അവൻ ഇപ്പൊ എത്തുകയാണ്. ജിൽഡോങ്ങിന് അറിയാം ആരാണ് ഈ മനുഷ്യനെന്ന്. എന്നാൽ ഈ അപ്പൂപ്പനെ അറിയില്ല അയാളുടെ മുന്നിൽ നിൽക്കുന്ന ജിൽഡോങ് ആരാണെന്ന്. ഇപ്പൊ ജിൽഡോങ് പറയാണ്, എനിക്ക് നന്നായിട്ട് അറിയാൻ തന്തേ, നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ
ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽ. മാത്രമല്ല ഈ വരുന്ന 24-ാം തീയതി ഈ ഗ്രാമത്തെ മുഴുവനായിട്ട് നിങ്ങളുടെ ആ ഒരു ഗ്യാങ് നശിപ്പിക്കാൻ പോവാന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് അന്ന് രാത്രി നിങ്ങൾ കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നില്ലേ? നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നത് അത് നല്ലൊരു തീരുമാനമായിരുന്നു. അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണോ? നിങ്ങളും ചെറുപ്പം മുതലേ ആ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നല്ലേ? എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഗ്യാങ്ങിനെ കുറിച്ച് അറിയാം? എന്റെ അടുത്ത് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒറ്റക്കണ്ണുള്ള ഈ അപ്പൂപ്പൻ അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഡാർക്ക് എവിൽ ഗ്യാങ് ഇത് തുടക്കത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിന്റെ പ്രവൃത്തികളൊക്കെ നല്ല രീതിയിലായിരുന്നു. എന്നാൽ സമയം പോകെ പോകെ അതിന്റെ ലീഡർഷിപ്പ് മാറാൻ തുടങ്ങി. ചില ആൾക്കാർ, മോശമായിട്ടുള്ള ആൾക്കാർ അതിന്റെ തലപ്പത്തേക്ക് വന്നു. പിന്നീട് അവന്മാര് ചെയ്തു കൂട്ടിയത് വളരെ നീചമായിട്ടുള്ള കാര്യമായിരുന്നു. ആ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഒരുപാട് പെൺകുട്ടികളെ ഇവന്മാര് കൂട്ടമായിട്ട് റേപ്പ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു മോളുണ്ടായിരുന്നു. എന്റെ മോളെ വരെ അവർ ഉപദ്രവിച്ചേക്കോ എന്നുള്ള ആ ഒരു പേടിയിൽ ഞാൻ അവിടെ വിടാൻ ഉദ്ദേശിച്ചു. ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചു. ആ സമയത്ത് എന്റെ കൂടെ മറ്റൊരു സ്ത്രീയും അവരുടെ മകനുണ്ടായിരുന്നു. എന്നാൽ രക്ഷപ്പെടാൻ നോക്കിയ ഞങ്ങളെ രണ്ടുപേരെയും അവർ പിടികൂടി. എന്നാൽ എന്നെ കൊല്ലാതിരിക്കാം എനിക്കൊരു ഓഫർ അവർ തന്നു. അതെന്താന്ന് വെച്ചാൽ എന്റെ മകളെയും അതുപോലെ തന്നെ അന്ന് രക്ഷപ്പെടാൻ നോക്കിയ ആ ഒരു സ്ത്രീ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങളുടെ കൈ കൊണ്ട് വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പൂപ്പന് കൂടുതലൊന്നും ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. മകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച ആ ഒരു സ്ത്രീയെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ മകൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആള് അത് മറ്റാരുമല്ല, നമ്മുടെ ജിൽഡോങ് ആയിരുന്നു. ആ ഒരു കാര്യം മാത്രം അവന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ഈ സമയത്ത് ജിൽഡോങ് ചോദിക്കുകയാണ്, അന്ന് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം അതിന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമെന്ന്. ഇപ്പൊ ഈ ഒരു വൃദ്ധം പറയുന്നത്, എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിൽ പശ്ചാത്താപമില്ല. അവിടെ വെച്ച് ഒരാളെ എനിക്ക് കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും മരണപ്പെട്ടു പോകും. സോ ഞാൻ സ്വാർത്ഥനായിട്ട് ചിന്തിക്കുക. അവിടെ എനിക്ക് എന്റെ മകളാണ് മുഖ്യം. എനിക്ക് ഇതുവരെ അന്ന് ആ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധം ഇല്ലാന്ന് പറയാണ്. എന്നാൽ ജിൽഡോങ് പറയാണ്, എടോ വാക്കുകൊണ്ടെങ്കിലും നിങ്ങളൊന്ന് കുറ്റബോധം കാണിക്കുക. കാരണം എനിക്ക് നിങ്ങളുടെ ഈ അവസ്ഥയിൽ കൊല്ലാൻ തോന്നുന്നില്ല. ആ പിള്ളേരുടെ മുഖം ഓർക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ അപ്പൂപ്പന് മനസ്സിലായി, അതായത് അന്ന് അയാൾ കൊന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ മകനാണ് തന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഇതേ നേരം തന്നെ ജിൽഡോങ് പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ അപ്പൂപ്പൻ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി എടുത്ത് അവന്റെ പള്ളക്കേറ്റ ഒറ്റ കയറ്റലാണ്. അതായത് സ്വയം രക്ഷപ്പെടുക. അത് മാത്രമേ ഈ അപ്പൂപ്പൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ കുത്തേറ്റ് വീണെടുക്കുന്ന ജിൽഡോങ്ങിന്റെ കയ്യിൽ നിന്നും ഗണ്ണ് എടുത്തുകൊണ്ട് ഇയാൾ അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി പായാൻ തുടങ്ങി. എന്നാൽ ഇയാൾ എത്ര ദൂരം ഇങ്ങനെ പോകും? അവശനായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തളർന്നു കുത്തി ഇയാൾ വീഴാണ്. അധികം വൈകിയില്ല. അതിലൂടെ പോയ വില്ലന്റെ ആൾക്കാർ ഈ ഒരു വൃദ്ധനെ തേടിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇവരുടെ കയ്യിലേക്ക് തന്നെ അപ്പൂപ്പൻ വീണ്ടും എത്തി. മാത്രമല്ല ലൈബ്രറിയിലേക്ക് ജിൽഡോങ് 2 പിള്ളേരെ അയച്ചായിരുന്നല്ലോ. എന്നാൽ അവർ അവിടെ എത്തിയിട്ടില്ല. അവരെ കാണാതായിട്ടുണ്ട്. സോ ആ പിള്ളേരെ തേടിക്കൊണ്ട് ഹോട്ടൽ ഓണർ ഇറങ്ങുകയാണ്. അതായത് ഹോട്ടൽ ഓണർ അന്ന് എവിടുന്നാണോ ആ ഒരു വൃദ്ധനെ കണ്ടതെന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്, അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കുമ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ആ അപ്പൂപ്പനെ വെച്ച് കിട്ടിയിരിക്കുകയാണ്. ഹോട്ടൽ ഓണർ വാതിൽ പതിയെ തട്ടുകയാണ്. ഒരാൾ വന്ന് വാതിൽ തുറന്നു. എന്താ കാര്യം ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ജിൽഡോങ് ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഹോട്ടൽ ഓണർ ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ആളൊരു നല്ല കിടിലൻ റൗഡിയായിരുന്നു. എന്നാൽ എല്ലാം ഒതുക്കി വെച്ച് മാന്യമായിട്ട് ഇപ്പൊ ജീവിക്കുകയാണ്. സോ അങ്ങനെ ഒരു റൗഡിയാണ് നമ്മുടെ ഈ ഒരു ഹോട്ടൽ ഓണർ. ഇയാൾ കയറി ചെന്ന വാർഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനും ഇടിച്ച് പഞ്ഞിക്കിടുകയാണ്. ഒരു മൂലക്ക് ആവശ്യനായി കിടക്കുന്ന അപ്പൂപ്പനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ മുറിയിൽ നിന്നും പിള്ളേരുടെ ശബ്ദവും കേൾക്കുകയാണ്. വേഗം തന്നെ ഈ ഒരു വിവരം ഇപ്പോ നമ്മുടെ ഈ ഒരു ഹോട്ടൽ ഓണർ ജിൽഡോങ്ങിനെ വിളിച്ച് പറയാൻ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരെത്തുകയാണ്? ഇവരുടെയൊക്കെ ലീഡർ ആയിട്ടുള്ള ക്യാങ്സോ എത്തുകയാണ്. ഇത്രയും ആൾക്കാരെ നിസാരമായിട്ട് തല്ലിയിട്ട ഈ ഹോട്ടൽ ഓണർ, ഇയാൾക്ക് നിസാരമായിട്ട് ക്യാങ്സോയും തല്ലാൻ പറ്റും എന്നാ ഞാൻ വിചാരിച്ചത്. എന്നാ ക്യാങ്സോ അഗ്രഗണ്യനായിരുന്നു ഫൈറ്റിന്റെ കാര്യത്തിൽ. ഇയാൾ അവിടെ വെച്ച് തല്ലി കൊന്നുകളയാണ്. മാത്രമല്ല അവിടെ വെച്ചിട്ട് ജിൽഡോങ്ങിനെ ഈ ക്യാങ്സോ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നിന്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറയുന്നില്ല നീ എങ്ങോട്ടേക്ക് വരണമെന്ന്, നീ ചിന്തിക്കുക, ചിന്തിച്ച് മനസ്സിലാക്കുക എങ്ങോട്ടേക്ക് വരണമെന്ന്. സോ തലക്ക് അടി കിട്ടിയതുപോലെ ആവുകയാണ് ജിൽഡോങ്ങിന്. എന്തൊക്കെയോ അവന്റെ മൈൻഡിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. അതായത് അന്ന് ആ അപ്പൂപ്പൻ അവന്റെ അമ്മയെ കൊന്നില്ലേ കൺമുന്നിൽ വെച്ച്. ഇതിനുശേഷം ആ ഒരു ഗ്യാങ്ങിൽ നിന്നും അവന് പുറത്തേക്ക് വരാൻ പറ്റി. പേടിച്ച് വിറച്ചുകൊണ്ട് ആ മഴയത്ത് ഓടുന്ന സമയത്ത് ഇടിയും മിന്നലും കാറ്റും മഴയും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അതിലൂടെയാണ് ആ ഒരു കുട്ടി ഓടി രക്ഷപ്പെടുന്നത്. അപ്പോഴാണ് ഇടിമിന്നലില് ആ ടവർ നിന്ന് കത്തുന്നത് അവൻ കണ്ടത്. അതാണ് അവന്റെ മൈൻഡിൽ ഈ ഒരു കാഴ്ച അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ ടവറുകൾ ഇത് കാണുന്ന സമയത്ത് അവൻ എപ്പോഴും ഒന്ന് സ്റ്റണ്ണായിട്ട് നിന്ന് പോകുമല്ലോ. അതിന്റെ കാരണം ഇതാണ്, അവന്റെ മൈൻഡിൽ അത് ഒരു ഫ്ലാഷ് പോലെ അടിഞ്ഞു കിടക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജിൽഡോങ്ങിന്റെ മൈൻഡിൽ വരുന്നുണ്ട്. മാത്രമല്ല അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം, അത് അന്ന് പിള്ളേരെയും കൂട്ടി അവനൊരു വീട്ടിന്റെ അടുത്തേക്ക് പോയിരുന്നില്ലേ, ഒരു പഴയ വലിയ വീട്, വാതിലൊന്നും തുറക്കാൻ പറ്റാത്ത വീട്. സോ ആ വീടും അവന് ഓർമ്മ വരികയാണ്. ആ വീടിന്റെ ചാവി അല്ലെങ്കിൽ ആ വീടിന്റെ വാതിൽ എങ്ങനെയാ തുറക്കേണ്ടതെന്നും ചെറിയ കാലത്തിലെ ഓർമ്മ വെച്ച് അവനത് ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ആ രാത്രിയിൽ തന്നെ ജിൽഡോങ് ആ പഴയ വീടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ലിവർ ഉണ്ടായിരുന്നു. ആ ലിവർ വലിച്ചാൽ മതി ഇതിന്റെ ഡോറ് തുറന്നു വരാനായിട്ട്. അങ്ങനെ വാതിൽ പതിയെ പതിയെ തുറന്നു വന്നു. അതിന്റെ ഉള്ളിലേക്ക് അവൻ അങ്ങനെ കടന്നു ചെല്ലുകയാണ്. ഒരു ടണല് അത് താണ്ടി അതിന്റെ ഉള്ളിലൂടെ അങ്ങനെ പോയ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട ഒരു ഗ്രാമത്തെ അവൻ കാണുകയാണ്. ചെറിയ പ്രായത്തിൽ ജിൽഡോങ്ങും അവന്റെ അമ്മയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും താമസിച്ചത് ഇവിടെയായിരുന്നു. ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് വരെ പുറം ലോകത്തിന് അറിയാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയ ജിൽഡോങ്ങിനെ ക്യാങ്സോയുടെ ആൾക്കാർ വന്നിട്ട് തലക്കടിച്ച് ബോധം കെടുത്തി എടുത്തുകൊണ്ടുപോവാണ്. മാത്രമല്ല ഇപ്പൊ ബോധം വന്ന സമയത്ത് ക്യാങ്സോ അവനോട് ചോദിക്കുകയാണ്, എന്തായാലും നീ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഒറ്റ അടിക്കൊന്നും എനിക്ക് നിന്നെ
നിന്നെ കൊല്ലാൻ കഴിയില്ല, നീ എന്റെ കൂടെ ചേർന്നോന്ന് പറയാണ്. എന്നാൽ കൂടുതലായിട്ട് വിസമ്മതിക്കാതെ ജിൽഡോങ് പറയാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നോളാന്ന്. ഇപ്പൊ ക്യാങ്സോ പറയാണ് നിന്റെ ഈ പറച്ചിൽ എനിക്ക് അത്ര വിശ്വാസം പോരല്ലോ, ഒരു കാര്യം ചെയ്യും, ആ കിഴവനെ നിന്റെ കൈകൊണ്ട് തന്നെ നീ വെടിവെച്ച് കൊന്നുകളെന്ന് പറയാണ്. ജിൽഡോങ് ഗണ്ണെടുത്തു ആ അപ്പൂപ്പനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജിൽഡോങ് പറയാണ് എന്തായാലും ഇയാൾ എന്റെ കൈകൊണ്ട് തന്നെ മരിക്കും, പക്ഷെ അതിപ്പോഴല്ല. മാത്രല്ല ഇപ്പൊ അവിടെ കെട്ടിയിട്ടിരുന്ന ആമി ചിന്നു രണ്ടുപേരെയും നോക്കിയിട്ട് പറയാണ് നിങ്ങളെപ്പോലെ വിഡ്ഢികളായ പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്റെ കൂടെ ഇറങ്ങി വന്നത്? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് നിങ്ങളുടെ അപ്പാപ്പനെ കൊല്ലാൻ തന്നെയാ ഞാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. ഞാനത് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ചെയ്തിരിക്കും, അതിനുശേഷം നിങ്ങളെയും. ഇത് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ അരികിലേക്ക് ഇപ്പൊ ജിൽഡോങ് ചെല്ലുകയാണ്. മാത്രമല്ല അവന്റെ തൊപ്പി താഴെ വീണുപോയി. അത് എടുക്കാൻ വേണ്ടി കുനിഞ്ഞ സമയത്ത് എന്താണ് ഈ ജിൽഡോങ്ങിന്റെ പദ്ധതി എന്ന് ക്യാങ്സോന് മനസ്സിലായി. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിലിണ്ടർ ഉണ്ട്, അത് എടുക്കലായിരുന്നു. എന്നാൽ അത് എടുക്കുന്നതിന് മുന്നേ തന്നെ ക്യാങ്സും അവനെ ഷൂട്ട് ചെയ്യാണ്. അത് തന്നെയായിരുന്നു ജിൽഡോങ്ങിന് വേണ്ടി വന്നത്. ആ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഇപ്പൊ ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിലിണ്ടറിൽ തട്ടിയതും അവിടെ ആകെ ആ ഒരു പുക വരികയാണ്. ഒന്നും പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ വേഗം തന്നെ ഇപ്പൊ ജിൽഡോങ് ആ അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് എടോ മനുഷ്യ, നിങ്ങളെ തേടി തന്നെയാണ് എന്റെ ജീവിതം മുഴുവൻ ഞാൻ നടന്നത്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രം. ഇപ്പോഴും എനിക്കതിന് തോന്നുന്നുണ്ട്, പക്ഷെ ആ പിള്ളേരുടെ മുഖം കാണുമ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും, പിള്ളേരെയും കൂട്ടി ഞാൻ വന്നോളാന്ന് പറയാണ്. അങ്ങനെ അപ്പൂപ്പന്റെ കെട്ട് അവൻ അഴിച്ചു കൊടുത്തു. ഇതിനുശേഷം നേരെ പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലാണ്. ആമിയോട് ജിനുവിനോട് പറയുന്നത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ, അങ്കിള് നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാടകം കളിച്ചെന്ന് പറയാണ്. ഇതിനുശേഷം പിള്ളേരുമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ അവിടെ കിടന്ന് ഒച്ചയും വിളിയുണ്ടാക്കുകയാണ്. പിള്ളേരും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഈ ശബ്ദങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ വരികയാണ്. മാത്രമല്ല നമ്മുടെ ജിൽഡോങ്ങിനെയും ഈ ഒരു ക്യാങ്സും കാണുകയാണ്. അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ഈ അപ്പൂപ്പൻ വന്നിട്ട് അവന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. ജിൽഡോങ്ങിനെ ഏൽക്കേണ്ട ആ ഒരു വെടി അപ്പൂപ്പിനെ കൊണ്ടുവന്ന് അറിയാലോ. സോ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പൂപ്പിന്റെ അരികിലേക്ക് ജിൽഡോങ്ങും മൂത്ത മകളായിട്ടുള്ള മൂത്ത പേരക്കുട്ടിയാണ് കേട്ടോ ആമിയും വരികയാണ്. ഇപ്പൊ ആ ഒരു സിലിണ്ടർ പൊട്ടിയതിന്റെ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോയി. എന്നാൽ രണ്ടാമത്തെ പെൺകുട്ടിയായിട്ടുള്ള ചിന്നു അവളെ കാണുന്നില്ല. അവൾ എവിടെ പോയി ഫുള്ളായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ എവിടെ അവളെ കാണാനില്ല. കാരണം ചിന്നുവുമായിട്ടാണ് ക്യാങ്സോ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വേഗം തന്നെ ഈ ജിൽഡോങ്ങിന് അവന്റെ ചേച്ചി ഐറ കാശ് അടിച്ചു കൊടുത്തായിരുന്നു. ആ കാശ് കൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഈ അപ്പൂപ്പനെ മാറ്റുകയാണ്. എന്നാൽ അത്ര നല്ല കണ്ടീഷനൊന്നും ആയിരുന്നില്ല അപ്പൂപ്പൻ. ഇപ്പോൾ ഈ സമയത്താണ് അപ്പൂപ്പന്റെ അരികിലിരിക്കുന്ന ജിൽഡോങ്ങിന് അവന്റെ കീശയിൽ നിന്നും ആ കത്ത് കിട്ടുന്നത്. അതായത് ചിന്നു അന്ന് എഴുതി അവന്റെ കീശയിലിട്ട് ആ ഒരു കത്തുണ്ടല്ലോ, അത് തന്നെ. അതിൽ അവൾ ഇങ്ങനെയായിരുന്നു എഴുതിയത്: മാമ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറച്ച് വികൃതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാ, മാമനെ ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്റെ അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ എന്തെങ്കിലും വികൃതി കാട്ടിയിട്ടുണ്ടെങ്കിൽ മാമൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ അപ്പൂപ്പനെ കണ്ടുപിടിച്ചു തരണം കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യമാണ് ചിന്നു അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്തോ ഇത് വായിച്ചപ്പോൾ നമ്മുടെ ജിൽഡോങ്ങിന് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. അതുപോലെ തന്നെ ഈ അപ്പൂപ്പനാണെങ്കിൽ ഇപ്പൊ മരണക്കിടക്കയിലാണ്. മരിക്കുന്നതിന് മുന്നേ ആയിട്ട് മൂത്ത പേരക്കുട്ടിയായിട്ടുള്ള ആമിയെ വിളിച്ച് ഒരു കാര്യം പറയണം: മോളെ, അപ്പൂപ്പന് ഇനി അധികം നാൾ ഉണ്ടാവില്ല, ചിന്നുവിന് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് അനിയത്തിയെ നോക്കണം കേട്ടോ മോളെ. അങ്ങനെ ഇമോഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്പൂപ്പൻ സംസാരിച്ച് അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജിൽഡോങ്ങിനും സങ്കടമാവുകയാണ് കേട്ടോ. അതായത് ശരിക്കും ഇയാൾ വേണമെന്ന് വെച്ചിട്ടല്ല ജിൽഡോങ്ങിന്റെ അമ്മയെ കൊന്നത്. അവിടെ അയാൾക്ക്, അതായത് ഈ ഒറ്റക്കണനായിട്ടുള്ള അപ്പൂപ്പന് മറ്റൊരു മാർഗ്ഗം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഈ സ്നേഹം കൂടെ ആയപ്പോൾ ആ ഒരു പകയെല്ലാം അവൻ മറന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൈൻഡിൽ ഒറ്റക്കണനായിട്ടുള്ള ഒരു വൃദ്ധനുണ്ട്, അയാളെ കൊല്ലണം. ആ ഒരു ലക്ഷ്യത്തിൽ അവൻ വന്ന് എന്തോരം വലിയ കാര്യത്തിലേക്കാണ് അവൻ എത്തിയത് നോക്കിയേ. അതായത് ഇന്നത്തെ ദിവസമാണ് മേയറും അയാളുടെ ആൾക്കാരും അതുപോലെ തന്നെ ക്യാൻസോയും എല്ലാവരും ഈ ഗ്രാമത്തിലെ ആൾക്കാരെ മറ്റേ ആ ഒരു താഴ്വരയിലേക്ക് ഒരുമിച്ച് പോകാൻ പറയുന്നത്. കാരണം ഇന്നാണ് ഡേറ്റ് 24. അതുകൊണ്ട് തന്നെ ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഗ്രാമത്തിലെ എല്ലാവരെയും വന്ന് ബലമായിട്ട് തന്നെ അവരെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോവാണ്. എല്ലാവരും കരുതുന്നത് ഇതുപോലെ മേയറെ കണ്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിലൊക്കെ സംസാരിക്കാനായിരിക്കും എന്നാണ്. എന്ന് അവർക്ക് അറിയില്ലല്ലോ ഇത് അവരുടെ അവസാനത്തെ പോക്കാണെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ടും ജിൽഡോങ് അപകടത്തിലേക്ക് അവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് ക്യാങ്സോയുടെ ആ ഒരു സ്ഥലത്തിലേക്ക്. ഇപ്പൊ ക്യാങ്സോ ആണെങ്കിൽ അവന്റെ രണ്ട് കൈയും കൂടെ ബന്ധിപ്പിക്കാൻ വേണ്ടി പറയാണ്. മാത്രമല്ല ഇപ്പൊ ക്യാങ്സോ ചോദിക്കുകയാണ്: നിനക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം വന്നത്? ഇത് എന്റെ സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും ഒരു ആയുധം പോലും ഇല്ലാതെ നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും നീ ഒരു കാര്യം കേൾക്ക്, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാനല്ലേ പരമാവധി നീ ശ്രമിക്കുന്നത്? നീ എന്തായാലും അവരുടെ നിലവിളി കേട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാക്കി ടോക്കി അവിടെ ഓണാക്കി വെക്കാണ്. ഇതേ സമയത്ത് തന്നെ ജിൽഡോങ് പറയാണ്: എന്റെ കയ്യിൽ നിങ്ങൾക്കെതിരായിട്ട് കുറച്ച് തെളിവുകളുണ്ട്, എന്നെ കൊല്ലാതിരുന്നാൽ ഞാനത് തരാം. ഇപ്പൊ ക്യാങ്സോ പറയാണ്: എന്തായാലും നിലവിളിച്ച് കരയുന്ന ആ മനുഷ്യരുടെ ശബ്ദം നീ കേട്ടില്ലേ, ഇനി നീ ജീവനോടെ ഇരിക്കേണ്ട ആവശ്യമില്ലടോ, എനിക്ക് ആ തെളിവുകളും വേണ്ട. ഇതും പറഞ്ഞ് ജിൽഡോങ്ങിനെ ക്യാങ്സോ അപ്പൊ തന്നെ ഒരു ഗണ്ണ് മേടിച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ എവിടെ ഗണ്ണ് പൊട്ടുന്നില്ല. ഇതെന്താ ഇതിന് പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടും ഫയർ ചെയ്യാൻ നോക്കിയിട്ടും പൊട്ടുന്നില്ല. ഇതെന്താ അവിടെ സംഭവിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലാവാതെ ജിൽഡോങ്ങിനെ ഇവർ നോക്കുമ്പോൾ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ജിൽഡോങ് ഇപ്പൊ കിടന്ന് ചിരിക്കുകയാണ്. വേതാളത്തിൽ അജിത്തിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നില്ല, അതുപോലെ തന്നെ ചെറുക്കൻ അവിടെ വെച്ചൊരു ഗംഭീര മാസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ഗ്യാങ്സയുടെ ആ ഒരു ഗ്യാങ് തന്നെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം എന്താ, ഇവൻ ഇരുന്നോണ്ടിരിക്കുന്ന ആ ഒരു ചുമരുണ്ടല്ലോ, ഇതൊരു ഏറ്റ പൊട്ടലാണ്. നോക്കുമ്പോ പിന്നിൽ നിന്നും 2 ട്രക്കുകൾ വന്നിട്ട്
വന്നിട്ട് ഈ ചുമര് വലിച്ചെടുത്ത് പൊട്ടിച്ചതാണ്. ഇതിനുശേഷം അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരികയാണ്. കെട്ടിയിട്ട് ജിൽഡോങ്ങിന്റെ ആ ഒരു കെട്ട് തന്നെ അവന്മാര് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ ഈ ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന മേയർ, ഗവർണർ, പിന്നെ കുറച്ച് ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, ഇവരെല്ലാം കെട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ ഇടുകയാണ്. ഇതൊക്കെ ചെയ്തത് ആരാണ്? ഐറ ചുമ്മാ കെയർലെസ് ആയിരുന്നെങ്കിലും ജിൽഡോഗ് എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ അവള് ചെയ്തിരിക്കും. ഡാർക്ക് എവിൽ ഗ്യാങ് ഇവന്മാര് ക്രൈമില് ഉപ്പാപ്പയാണെങ്കിൽ അതിന്റെ മൂത്താപ്പയാണ് ആര്? നമ്മുടെ ഐറയും ജിൽഡോങ്ങിന്റെ ഒക്കെ ആ ഒരു ഗ്യാങ്. അതുപോലെ തന്നെ ഈ വില്ലന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണും പൊട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ജിൽഡോങ് അന്ന് തന്നെ ഇയാൾ ഒരു വെപ്പൺ ഡീലിംഗ് നടത്താൻ പോവാന്നുള്ള കാര്യം അയാളുടെ ആ ഒരു കുറിപ്പിലൂടെ മനസ്സിലാക്കിയില്ലേ? അപ്പൊ തന്നെ വിവരം ഐറയെ വിളിച്ചു പറഞ്ഞു. ഐറ ആ വെപ്പൺ ഡീലറെ നേരിട്ട് പോയി കണ്ട് അയാൾക്ക് കാശ് കൊടുത്ത് ഇവന്മാര് സപ്ലൈ ചെയ്യുന്ന ആ ബുള്ളറ്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ നിന്ന് മുഴുവൻ വെടിമരുന്ന് എടുത്ത് മാറ്റിയാണ്. എല്ലാത്തിന്റെ അല്ല, കുറച്ചെണ്ണത്തിലും വെടിമരുന്ന് വെക്കുന്നുണ്ട്. ആ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗ്യാങ്സോയും അവന്റെ ആൾക്കാരും കൂടെ അന്ന് ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇപ്പൊ നിലവിൽ അവരുടെ കയ്യിലുള്ള ഒരു ബുള്ളറ്റിലും വെടിമരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പൊട്ടാത്തത്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഐറയും ഗ്യാങ്ങും കൂടെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ മുഴുവൻ പൊക്കി, അതായത് ഡാർക്ക് എവിൽ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം പോട്ടെ, അപ്പൊ കുറച്ചു നേരം മുന്നേ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും നിലവിളിച്ച് കരയുന്ന ഫയറിംഗ് സൗണ്ട് ജിൽഡോങ് കേട്ടായിരുന്നല്ലോ. അതെന്താണിപ്പോ? യഥാർത്ഥത്തിൽ ഈ ഡാർക്ക് എവിൽ ഗ്യാങ്ങിലെ ആൾക്കാർ ഗ്രാമത്തിലെ എല്ലാവരും വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയില്ലേ? സത്യം പറയുകയാണെങ്കിൽ 2 മണിക്കൂർ മുന്നേ തന്നെ ജിൽഡോങ്ങിന്റെ ആൾക്കാർ വന്നിട്ട് ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഇവിടുന്ന് മാറ്റിയായിരുന്നു. പകരം വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഐറയുടെ ടീംസ് ആയിരുന്നു. ഇവരങ്ങോട്ടേക്ക് വന്നു. മാത്രമല്ല, വില്ലൻ വെടിവെച്ചോ എന്ന് പറഞ്ഞ സമയത്ത് അമ്മമാരുടെ ഒരു ഗണ്ണും പൊട്ടിയിട്ടില്ലല്ലോ. ഇതേ സമയത്ത് വേഷം മാറി താഴെ നിന്നിരുന്ന ഐറയുടെ ആൾക്കാർ തിരിച്ചങ്ങോട്ട് ഫയർ ചെയ്യാണ്. നേരത്തെ കേട്ട നിലവിളി അത് മറ്റാരുടേതല്ല, ഈ വില്ലന്റെ ആൾക്കാരുടെ നിലവിളിയാണ്. മാത്രമല്ല, ഈ ഒരു കുറഞ്ഞ സമയത്തിൽ ജിൽഡോങ് ധൈര്യമായിട്ട് ക്യാങ്സോയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവൻ അടിച്ചു മാറ്റി തട്ടിക്കൊണ്ടുപോയ ചിന്നുവിനെയും അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിലെ ആൾക്കാരെയും എല്ലാവരും സേഫ് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞ സമയത്ത് ക്യാങ്സോ ആകെ അങ്ങനെ ഞെട്ടിത്തരിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ജിൽഡോങ് പറയാണ്, നീ എന്നെ നിസാരമായിട്ട് കണ്ടല്ലേ, ഞാൻ ആരാണെന്ന് നീ അന്വേഷിച്ചില്ലല്ലേ? ചെറുപ്പത്തിൽ ഞാൻ അവിടുന്ന് വരുമ്പോ എങ്ങനെയായിരുന്നു അത് മാത്രമേ നിനക്ക് അറിയുള്ളായിരുന്നല്ലേ? അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നീ ഒരു വട്ടെങ്കിലും അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചായിരുന്നെങ്കിൽ നീ ഇത്ര കെയർലെസ് ആയിട്ട് എന്നെ ഡീല് ചെയ്യില്ലായിരുന്നു. അപ്പൊ സംസാരം മതി, ഇനി നമുക്ക് പ്രാക്ടിക്കലി തുടങ്ങല്ലേ? വെക്കടാ വെടി എന്ന് പറയണം. എവിടുന്നൊക്കെയാ വരുന്നത് പറയുന്നത്? അപ്പൊ ഇനി നമുക്ക് സംസാരം നിർത്താം. വെടി തുടങ്ങിയല്ലേ? വെക്കടാ വെടി എന്ന് പറയണം. എടാ ദാസ, എവിടുന്നൊക്കെയാ വെടി വരുന്നതെന്ന് അറിയില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ചുറ്റുപാടും ഒക്കെ കയറിയിട്ട് ഈ വില്ലന്റെ ആൾക്കാർ മുഴുവൻ തകർന്ന് താരിപ്പണായി വീഴുകയാണ്. ഇതിനുശേഷം ആ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഇവരെ കൊല്ലുന്നില്ല. അവരുടെ അടുത്തേക്ക് ഐറ വന്നിട്ട് പറയാണ്, ഇനിയെങ്ങാനും ഈ ഗ്യാങ്ങിന്റെ പേരും പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തെമ്മാടിത്തരം ആൾക്കാരുടെ അടുത്തേക്ക് കാണിക്കാൻ വന്നാൽ മറുപടി പറയാ എന്റെ നാക്കായിരിക്കില്ല. കണ്ടോ, ഇതുപോലെ ഗൺസ് ആയിരിക്കും. ഇവന്മാരെല്ലാം ഇത് കണ്ട് പേടിച്ചു പോകണേ. ഇനി ഗ്യാങ്ങും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരവിടുന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പൊ ആ ഒരു മെയിൻ വില്ലൻ ചത്തിട്ടില്ല. അവന്റെ അടുത്തേക്ക് വന്നിട്ട് ജിൽഡോങ് പറയാണ്, ഡാ എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? എടാ കാങ്സോ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയണം. ഞാൻ ചെറുപ്പത്തിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ലീഡറിന്റെ അയാളുടെ 2ാമത്തെ മകനല്ലടാ നീ. പേരും മാറ്റി ആൾമാറാട്ടം നടത്തി നടക്കാനല്ലേ? എടാ എനിക്ക് നിന്നെ അന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായതാ. ചെറുപ്പത്തിൽ നീ ഇത്ര മോശക്കാരനല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയായി ഇതുപോലെ നീ മാറിയത്? ഇതേ സമയത്ത് ക്യാങ്സോ പറയുന്നുണ്ട്, നീ എന്നെ ഇവിടെ വെച്ച് എന്ത് ചെയ്താലും നോക്കിക്കോ, എന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും നിന്നെ തേടി വരും, തേടി പിടിച്ച് കൊന്നിരിക്കുന്നു പറയണം. അത് നമുക്ക് അപ്പം നോക്കാം. പക്ഷെ എന്നെ എങ്ങനെ തേടി കണ്ടുപിടിക്കടാ? എനിക്ക് യാതൊരു പ്രൂഫും ഇല്ല. ഞാൻ ഈ ലോകത്തിന്റെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാറ്റിനെ പോലെ പാറി നടക്കും. എന്നെയാണ് നിന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും വന്ന് കൊല്ലാൻ പോകുന്നത്. എന്തായാലും നമുക്കൊരു കൈ നോക്കാം. ഇതും പറഞ്ഞ് ജിൽഡോങ് അവിടുന്ന് പോവാണ്. അവിടെ വെച്ച് തന്നെ ക്യാങ്സോയെ ഐറയുടെ ആൾക്കാർ വെടിവെച്ച് കൊന്നുകളയാണ്. ഇതിനുശേഷം നമ്മുടെ 2 പിള്ളേരുണ്ടല്ലോ, ആമി, ചിന്നു, അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് ജിൽഡോങ്. കാരണം അവന്റെ കൂടെ പിള്ളേരെ നിർത്താൻ കഴിയില്ല. അവന്റെ ലൈഫ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മുടെ ചിന്നുവിന് ജിൽഡോങ്ങിനെ വിട്ടു പിരിയാനായിട്ട് ഭയങ്കര വിഷമൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല, അവൾ അവസാനമായിട്ട് അവനെ വിട്ടു പിരിയുമ്പോൾ ആ ഹോട്ടൽ ഓണർ അന്നൊരു ചോക്ലേറ്റ് കൊടുത്തായിരുന്നല്ലോ, അതൊക്കെ ജിൽഡോങ്ങിന് കൊടുക്കുകയാണ്. കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. ഇപ്പൊ ജിൽഡോങ്ങും ആമിയും ചിന്നും അവിടുന്ന് പിരിയുന്ന സമയത്ത് എന്തായാലും ആ കുട്ടികളോട് യാത്ര പറഞ്ഞ് ജിൽഡോങ് അവന്റെ പണിക്ക് പോവാണ്. മാത്രമല്ല, ക്യാങ്സോ പറഞ്ഞായിരുന്നല്ലോ അവന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും അവനെ തേടി വരുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ കഥയുടെ അവസാനം ജിൽഡോങ്ങിന്റെ പിന്നാലെ ആരൊക്കെയോ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ആ തെരുവിലൂടെ ജിൽഡോങ് പോകുമ്പോൾ പെട്ടെന്ന് ജിൽഡോങ്ങിന് ആ കാര്യം മനസ്സിലായി. അടുത്ത നിമിഷം തന്നെ അവന് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാർ അവര് നോക്കുമ്പോൾ ജിൽഡോങ്ങിനെ കാണാനില്ല. എന്നാൽ അവരുടെ പിന്നിൽ ജിൽഡോങ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇനി അവന്റെ പിന്നാലെ ആരൊക്കെ വരുന്നു അവരുടെ കാര്യം കട്ടാ പോകുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.